ആസ്മയിൽ എന്താണ് സാർ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഇപ്പോൾ ഒരു നോർമൽ വ്യക്തിയിൽ നിന്നും ഒരു ആസ്മാറ്റിക് പേഷ്യൻറ്റിൽ എടുക്കുമ്പോൾ എന്ത് ഒരു സ്ട്രക്ചറൽ വ്യത്യാസമാണ് അവർക്കുണ്ടാകുന്നത്? ശരിക്കു പറഞ്ഞാൽ ആസ്മ രോഗികളിൽ പ്രധാനമായും കാണുന്നത് നമ്മുടെ ശ്വസിക്കുമ്പോൾ അകത്ത് കിടക്കുന്ന വായു പോകുന്ന കുഴലുകൾക്കുള്ള സങ്കോചവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഈ ആസ്മ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷനായിട്ട് വരുന്നത്. ഉദാഹരണത്തിന് ഇത് ഈ ശ്വാസക്കുഴലിൻ്റെ ഒരു മോഡലാണ്. ഇത് ഒരു നോർമൽ ശ്വാസക്കുഴലും ഇത് ഭാഗികമായി ആസ്മ ബാധിച്ച ഒരാളിൻ്റെ ബ്രോങ്കോസ്പാസം എന്ന് ഞങ്ങൾ പറയും. വായു പോകുന്ന ശ്വാസക്കുഴലിൻ്റെ കൺസ്ട്രിക്ഷനും അതിനോടനുബന്ധിച്ച് സ്മൂത്ത് മസിൽസിൻ്റെ എൻലാർജ്മെൻറ്റും നടക്കുന്ന അവസ്ഥയാണ്. അതേസമയം ശരിക്കുള്ള ചികിത്സ ലഭിക്കാതെ വന്ന് ശ്വാസനാളത്തിൽ വൈകല്യം വരുമ്പോൾ ആ ശ്വാസനാളം ചുരുങ്ങി കൺസ്ട്രിക്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അതിനെ ആവരണം ചെയ്തിരിക്കുന്ന മ്യൂക്കസ് ഗ്ലാൻസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസും കൂടെ അടയുന്നത് കൊണ്ട് ഫലത്തിൽ നാം എത്ര തന്നെ ശ്രമിച്ച് വായു വലിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോൾ പോലും ശരിയായ രീതിയിൽ വായു കടക്കാതെ വായുവിനെ തടസ്സപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഇതാണ് ആസ്മയുടെ പ്രധാനപ്പെട്ട ഒരു ശരീരത്തിലെ പ്രവർത്തനം. ഓക്കെ സാർ, നമ്മളിപ്പോൾ ആസ്മയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞല്ലോ ഈ COPD എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബ്രോങ്കൈറ്റാക്സിസ് എന്ന് പറയുന്ന പ്രശ്നം പറഞ്ഞു. ഇത് തമ്മിൽ എന്ത് വ്യത്യാസം നമുക്കറിയാൻ പറ്റും? പലപ്പോഴും അതെല്ലാം ഒരു ആസ്മയായിട്ടായിരിക്കാം പൊതുജനം അതിനെ ഒരൊറ്റ ആസ്മ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലായിരിക്കും നിർവചിക്കുക. അത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? അതിൻ്റെ സിംറ്റം വൈസ്, അതായത് അവരുടെ പുറത്ത് കാണിക്കുന്ന സിംറ്റം വൈസ് എന്തൊക്കെ വ്യത്യാസം അവർ കാണിക്കുന്നുണ്ട്? ആസ്മ പ്രധാനമായും മൂക്കടപ്പ്, തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചെവിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ കുഞ്ഞുനാളിലെ ഈ രോഗാവസ്ഥ ഉണ്ടായിരിക്കുകയും അത് ശ്വാസതടസ്സത്തോടുകൂടെ പിന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. തീർച്ചയായും. അതേസമയം ചില കുട്ടികളിൽ ഒരു കൗമാരപ്രായത്തിൽ ആണ് ഈ ശ്വാസതടസ്സവും ചുമയും പ്രത്യക്ഷപ്പെടുക. അതേസമയം പ്രായമായ ആളുകളിലും പെട്ടെന്ന് ശ്വാസമുട്ട് വരാറുണ്ട്. അതിനെ ഒരു 35, 40, 45 വയസ്സായാൽ പോലും അതിനെ ശ്വാസമുട്ടായിട്ട് എടുക്കുന്നതിന് ലേറ്റ് ഓൺസെറ്റ് ആസ്മ എന്ന് പറയും. അതേസമയം ഈ കൗമാരപ്രായത്തിലെയും കുഞ്ഞുങ്ങളിലും പലപ്പോഴും ചുമ മാത്രമായി തന്നെ ഈ ആസ്മ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതേസമയം COPD എന്ന് പറയുന്നത് പ്രധാനമായും വായുമലിനീകരണവും നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലെ പുകപടലങ്ങളും അതുപോലെ തന്നെ ഫാക്ടറികളിലെ പുകയും ഓട്ടോമൊബൈൽസിൽ നിന്ന് വരുന്ന എക്സോസ്റ്റിൻ്റെ ഇൻഹൈലേഷനും പുകവലിയും ഞാൻ നേരത്തെ പറഞ്ഞ വിറക് അതുപോലുള്ള വസ്തുക്കൾ കത്തിച്ച് പാകം ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്വസിച്ചുണ്ടാകുന്ന അവരുടെ ചുമയും ശ്വാസതടസ്സവും ഈ വിഭാഗത്തിൽ തന്നെ ജന്മനാ തന്നെ നേരത്തെ ഈ കുഞ്ഞുനാളിൽ തന്നെ ശ്വാസതടസ്സം COPD ഡെവലപ്പ് ചെയ്യാനുള്ള α1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ജനിതക വൈകല്യം കൊണ്ടും COPD പ്രത്യക്ഷപ്പെടാറുണ്ട്. അതേസമയം മൂന്നാമത്തെ വിഭാഗത്തിലെ ബ്രോങ്കൈറ്റാസിസ് എന്ന് പറയുന്നത് പ്രധാനമായും ഈ രോഗാണുബാധയുമായി ബന്ധപ്പെട്ടിട്ട് സമയത്തിന് യഥാവിധി ചികിത്സിക്കാൻ കഴിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സ ലഭിക്കാത്തതുകൊണ്ട് ആ ശ്വാസനാളങ്ങളിലെ ശിഖരങ്ങളിൽ ഈ രോഗാണുബാധയോടുകൂടെ ഒപ്പം പ്രത്യക്ഷപ്പെടുന്ന
മറ്റ് ഘടകങ്ങൾ ഈ ശ്വാസനാളത്തെ നശിപ്പിക്കുകയും അത് പലപ്പോഴും ബലൂൺ പോലെ വീർക്കുകയും അവിടെ കഫവും ഇത്തരത്തിലുള്ള രക്താണുക്കളുടെയും മറ്റ് വിസർജ്യങ്ങളും സെക്രീഷൻസും അവിടെ അത് വന്നു ചേരുകയും വീണ്ടും അത് ആവർത്തിച്ചുള്ള അണുബാധ വരികയും അവിടെ സ്ഥിരമായി വികസിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ബ്രോങ്കിയെക്ടാസിസ്. അത് ഫലവത്തായി അണുബാധ സമയത്തിന് ചികിത്സിച്ച് ഭേദമാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു 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 പാർശ്വഫലം അല്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ പ്രധാനമായി അതിൻ്റെ കാരണം ക്ഷയരോഗമാണ്. ആ ക്ഷയരോഗം വന്ന് അത് ചികിത്സ കിട്ടിയാൽ പോലും അവിടെ രോഗാണുബാധ ഉണ്ടായ പ്രദേശം ആ ഭാഗം ഫൈബ്രോസിസ് ആകുകയും ക്രമേണ ആ ഫൈബ്രോസിസ് ട്രാക്ഷൻ ബ്രോങ്കിയെക്ടാസിസും ഈ ശരിക്കു പറഞ്ഞാൽ ഓവർട്ടായി ധാരാളം കഫം തുപ്പുന്ന തരത്തിൽ ബ്രോങ്കിയെക്ടാസിസായി ഡെവലപ്പ് ചെയ്യാറുമുണ്ട്. തീർച്ചയായിട്ടും.